ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കട്ട്ലേറ്റ് ആണ്. ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടെല്ലാം വേവിച്ചെടുത്തതാണ്. അതിൻ്റെ മാംസമായ ഭാഗങ്ങൾ മാത്രമാണ്. പിന്നെ സവോള ഞാൻ ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. പച്ചമുളക്, ചുവന്ന മുളക്, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, വെളുത്തുള്ളി, ഇഞ്ചി, ഉപ്പ്. ഇത് ബ്രെഡ് പൊടിയാണ്. കറിവേപ്പില, മല്ലിയില. മുട്ട 2 എണ്ണം, അതിൻ്റെ വെള്ളയാണ് എടുക്കേണ്ടത്. കട്ട്ലേറ്റിന് ഏറ്റവും കോമൺ ആയി വേണ്ടത് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചതാണ്, അതാണിത്. പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ മിക്സിയിൽ പൊടിച്ചെടുത്തത്, പച്ചമുളക് അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത്, കറിവേപ്പിലയും മല്ലിയിലയും അരിഞ്ഞത്, മുട്ടയുടെ വെള്ള, സവോള അരിഞ്ഞത്. വേണ്ട ചേരുവകളെല്ലാം നമുക്ക് ഒന്നിച്ചാക്കാം. ഇത് ഉരുളക്കിഴങ്ങ് പൊടിച്ചത്, ചിക്കൻ പൊടിച്ചെടുത്തത്, ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, സവോള, ഒരു ഇത്തിരി മുളക് പൊടി ഇടണം. പച്ചമുളക് മാത്രമേ ഉള്ളൂ, എങ്കിലും ഇത്തിരി മുളക് പൊടി എരിവിനായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. ഇത്തിരി മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ഉപ്പ് പാകത്തിന്. ഇതെല്ലാം കൂടി കുഴയ്ക്കുക. കുഴച്ച് ഉരുട്ടിയെടുക്കണം. ഇതാ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാനായിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ മക്കൾ വന്നിട്ടുണ്ട്. നിങ്ങൾ കഴിക്കാൻ റെഡിയാണോ? അടിപൊളി കട്ട്ലേറ്റ് ആണ്. ഞങ്ങൾ കുറെ നേരം വെയിറ്റ് ചെയ്തിരിക്കണം കഴിക്കാൻ. നമുക്ക് തിന്ന് നോക്കാം അല്ലേ? അപ്പൊ അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇനി ഇതേപോലെ ആന്റി ഉണ്ടാക്കിട്ട് ഞങ്ങളെ തന്നെ വിളിക്കണോടെ കഴിക്കാൻ. അപ്പൊ ഇത് ആന്റിയുടെ പുതിയ റെസിപ്പിയാണ്. അപ്പൊ ഇതുപോലെ വേറെ വെറൈറ്റി സംഭവങ്ങൾ ഉണ്ടായിട്ട് ഞങ്ങൾ ഇതേപോലെ വീണ്ടും ടേസ്റ്റ് ചെയ്യാൻ വരുന്നതായിരിക്കും. അപ്പൊ അതുവരെ ബൈ ബൈ. അപ്പൊ ആന്റിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ മക്കൾ പറഞ്ഞത് കേട്ടല്ലോ, എല്ലാവരും ഇതുണ്ടാക്കണം, കഴിക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പൊ ബൈ ബൈ.